ഈ റെഡ് വെൽവെറ്റ് കേക്ക് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലുക്കിൽ അത് കാണുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആട്ടോ കിട്ടുന്നതെന്ന് അറിയാമോ? കാര്യം നമ്മൾ നോർമലി റെഡ് വെൽവെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നോർമൽ റൗണ്ടിലായിരിക്കും. പിന്നെ കസ്റ്റമർ അത്യാവശ്യം പറയുമ്പോൾ മാത്രമേ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കേക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് മിൻറ്റു ആയിരുന്നു കേട്ടോ. ആൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നമുക്ക് ഹാർട്ട് ഷേപ്പിൽ തന്നെ കേക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. പിന്നീട് ഒരു റൗണ്ട് കേക്കിൻ്റെ ഒരു മോഡലും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാർട്ടിൽ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് ഹാർട്ടിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ക്രംസ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതാനുള്ളൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രംസിൻ്റെ ടോപ്പിലായിട്ട് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ അത് എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ നന്നായിട്ട് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം സൈഡിലും എല്ലാം ഇട്ടു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നി. കാര്യം അത്രയ്ക്ക് നല്ല ലുക്കുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കേക്കിൽ പേരെഴുതാൻ നേരത്ത് ആ ടോപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മുടെ പാലൻ നൈഫ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ക്രംസ് നമ്മൾ ക്രീം അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് എഴുതി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വിശേഷം ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.